കടന്നു വരുമ്പോ അതിന്റെ ഉദ്ഘാടകയായി ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമയുടെ നിലവിലെ ഏറ്റവും പ്രിയപ്പെട്ട താരം കയ്യടികൾ നൽകാൻ പറ്റും. കഴിഞ്ഞുപോയ നിമിഷങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ കണ്ണിലെ ചുരുങ്ങിയ വാക്കുകൾ ഉദ്ഘാടനം ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായതിനും ഒരുപാട് നന്ദി. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ദൗത്യം ആദ്യം നിർവഹിക്കാൻ പോകുന്നു, ഉദ്ഘാടന ചടങ്ങ്. അത് കഴിഞ്ഞ് ഞാനൊന്ന് സ്റ്റോറൊന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം വിശദമായി നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. അത് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സെക്കൻഡ് ഹനി യെസ് ഓക്കെ താങ്ക് യു തട്ടുന്നു. ഇപ്പോഴാണ് സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വെഞ്ഞാറമൂടിലെ എല്ലാ കസ്റ്റമേഴ്സിനും വലിയൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഷോറൂം എന്നുള്ളത്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. എനിക്ക് മനസ്സിലാവുന്ന ഇങ്ങനൊരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഇത്രയും ക്രൗഡിനിടയിൽ നിൽക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഈ തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മൈജി ആയിട്ടുള്ള എൻ്റെ സെക്കൻഡ് കൊലാബറേഷൻ ആണിത്. ഇതിന് മുന്നേ ഞാനൊരു ഫംഗ്ഷനും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊന്ന് സ്റ്റോറൊക്കെ കണ്ട് വന്നതിന് ശേഷം സംസാരിക്കാം, അപ്പൊ കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാമല്ലോ എന്ന്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഒരു വലിയ കളക്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ഫ്ലോറുകളിലായിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 by 1 ആയി നമുക്ക് കസ്റ്റമേഴ്സിന് അവരവരുടെ ചോയ്സിനനുസരിച്ച് ഓരോ സെക്ഷനിൽ പോയും ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയ കാര്യം എന്ന് പറയുന്നത് സർവീസ് അല്ലെ, മൈജിയുടെ സർവീസ്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ അകത്തും പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബേസിക് ആയ ഒരു കൺസേൺ ആയിരിക്കും നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്ത് സേഫ്റ്റിയാണ് കസ്റ്റമേഴ്സിന്